നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാകുന്നു. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ വളരെ വേഗം നേടുവാനും പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ദോഷകരമായി വന്ന് ഭവിക്കുന്ന പല കാര്യങ്ങളെയും ഒഴിവാക്കുവാനും സാധിക്കും. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പക്ഷി 2 പ്രാവുകളാകുന്നു. രണ്ടാമത്തെ പക്ഷി 2 തത്തകളാണ്. ഈ 2 പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക. ഏവരും പക്ഷിയെ തിരഞ്ഞെടുത്തു അഥവാ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ബുദ്ധിമുട്ടുകൾ ചിലത് ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. പ്രതീക്ഷിച്ചതോ പ്രതീക്ഷിക്കാത്തതോ ആയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. അത്തരം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരും വളരെയധികം പ്രാർത്ഥിക്കുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ വരും ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്നതാണ്. തരണം ചെയ്യുവാനോ അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ ഒഴിയുകയും ജോലിയുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ഒരുമിച്ച് ജീവിതത്തിലേക്ക് ചില പ്രശ്നങ്ങൾ കടന്ന് വന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ല ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില അകൽച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ അകൽച്ചകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയോ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അതിനാൽ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ തീർച്ചയായും അതിനായി ശ്രമങ്ങൾ നടത്തേണ്ടതാകുന്നു. പല വ്യക്തികളും നിങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് അനുകൂലമാകേണ്ടതായ കാര്യങ്ങളുമാകാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചിലർ നിങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടാകാം, പരിഹസിക്കുന്നുണ്ടാകാം. എന്നാൽ അതിൽ നിങ്ങൾ തളരാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏവരെയും വ്യക്തമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ യാതൊരുവിധ ചിന്തയും കൂടാതെ അത് നിങ്ങൾ അനുകൂലിക്കുകയാണ് എങ്കിൽ, പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. അഭിമാനികളാണ് നിങ്ങൾ. സ്നേഹിച്ചാൽ എന്തും മറ്റുള്ളവർക്ക് നൽകുന്നവരാണ്. അത്തരത്തിൽ പലരെയും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അവർ അത്തരം കാര്യങ്ങളിൽ ഓർമ്മ ഇല്ല അഥവാ അത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാത്തവരോ മനഃപൂർവ്വം മറക്കുന്നവരോ ആണ്. മറ്റുള്ളവർ ഇടപെട്ട് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വഷളാക്കുവാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. വളരെയധികം കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിച്ച് വളർന്നു വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരാകുന്നു. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ എപ്രകാരം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന ചിന്ത
നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതിലൂടെയും പ്രവർത്തിക്കുന്നതിലൂടെയും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടബാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാക്കുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങളെ ബാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ അമിതമായ ചിന്തകൾ, ചില കാര്യങ്ങൾ അമിതമായി ചിന്തിച്ച് കുഴപ്പത്തിലാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആർക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കില്ല എന്ന ചിന്ത മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാകും. അങ്ങനെ ചെയ്യുന്നതിലൂടെ പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാനും പല ബന്ധങ്ങളും നീണ്ടനാൾ അത് നിലനിൽക്കുവാനും സഹായകരമായി തീരും. ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. എന്നാൽ മാത്രമാണ് പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. ചില ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകളും ഉണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി ശ്രമിക്കുക എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ 2 തത്തകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുകയും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും ആത്മാർത്ഥമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് ജീവിതത്തിൽ അത്ഭുതം തന്നെ തോന്നാവുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ വന്നു ചേരുന്ന അവസരങ്ങൾ അത് ഈശ്വരാധീനത്താൽ വന്നു ചേരുന്നതാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണ്ടതാകുന്നു. അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. പലപ്പോഴും അഭിപ്രായങ്ങൾ അത് വ്യത്യസ്തമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിനാൽ പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനോ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ അഥവാ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ്. ഉറച്ച തീരുമാനങ്ങൾ തന്നെ കൈക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാത്തതായ അവസ്ഥ ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നതായ അവസ്ഥയുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരണം. അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് പറയണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പല കാര്യങ്ങളിലും സമയം കണ്ടെത്തുവാൻ സാധിക്കാത്തതിനാൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും നഷ്ടമാകുവാൻ അത് കാരണമായി തീർന്നിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും സമയം കണ്ടെത്തി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് നേട്ടങ്ങൾ അഥവാ ഉയർച്ച, സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കഴിവതും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലുള്ള പല കാര്യങ്ങളും തുറന്ന് പറയുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരണം. ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടത് തന്നെയാകുന്നു. നല്ല ആശയവിനിമയം ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം അഥവാ ജീവിതത്തിൽ ഉയരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമാണ് നിങ്ങൾ. അതിനാൽ അത്തരം ചിന്തകൾ, അത്തരം പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തുടക്കത്തിൽ ചില തിരിച്ചടികൾ നേരിട്ടു എന്ന് വരാം. അതിനാൽ ഒരിക്കലും തളർന്ന് പിന്മാറുവാൻ പാടുള്ളതല്ല.
കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതിനാൽ അത്തരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരണം. പുറമേ കാണിച്ചില്ല എങ്കിൽ പോലും പല വ്യക്തികൾക്കും നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ട് അഥവാ ബഹുമാനമുണ്ട്. അത് പലപ്പോഴും പലരും പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നു. അത് പരസ്യമായി തന്നെ അംഗീകരിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും താൽക്കാലികമാണ് എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. സത്യസന്ധരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഈശ്വര കടാക്ഷത്താൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ തന്നെ വന്നു ചേരും. ചില കാര്യങ്ങളിൽ ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാഗ്യം വർദ്ധിക്കുകയും തന്മൂലം പല കാര്യങ്ങളിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ അനുകൂലമാക്കുവാനോ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാത്ത ചില ഇടത്തു നിന്നും ചില സഹായങ്ങൾ, അത് ധനപരമോ അല്ലാത്തതോ ആയ സഹായങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കണം എന്നില്ല. അത് പലപ്പോഴും നിങ്ങൾ നേരിടുന്നതായ വെല്ലുവിളിയാകുന്നു. എന്നാൽ ചുരുക്കം ചില വ്യക്തികൾക്കാണ് ഇത്തരത്തിൽ നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അത്തരത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയാം. എന്നാൽ ഭാവിയിൽ അത്തരം കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വാങ്ങുവാനോ അത്തരത്തിൽ സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനോ സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ആത്മവിശ്വാസം വളർത്തുകയും ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.